പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മുടെ ആധ്യാത്മിക ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഈശോ ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നു. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഇല്ലേ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആണ് ഈശോ. കാരണം ഈശോ മാത്രമേ ഈ രഹസ്യം പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് രഹസ്യമാണ്. ഈശോ എന്തെല്ലാം രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞ മൊത്തം രഹസ്യമാണ്. ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെ നിഗൂഢമായിരിക്കുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ്? അവൻ രഹസ്യമാണ്. ഇത് രഹസ്യമാണ്. നമുക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവൻ നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈശോ പറയണത്. നിങ്ങൾക്ക് സത്യസന്ധമായി ദൈവത്തിൻ്റെ നിർമ്മലയായിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളരണം. ദൈവസ്നേഹത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് വളരേണ്ടത്. കാര്യം എന്താണ്? ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ്. ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്ന് അവൻ്റെ മുൾക്കിടം നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ കരചരണങ്ങളെ ആണിപ്പഴും നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ ഹൃദയത്തിലെ തിരുവിലാവിലെ മുറിവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാഷനെ പറ്റി അധികമായി ധ്യാനിച്ച് ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൻ നിഴലാണ് എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാകണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ പറഞ്ഞത് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കട്ടെ. ഇവിടെ കൂടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 13:35 വായിച്ചേ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പത്രം കൊടുക്കുന്ന പോലെ എല്ലാവരും കർത്താൻ അറിയിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ അറിയിപ്പ് എന്താണ്? നിങ്ങൾക്ക് അവൻ പറയണ പോലെ ചെയ്യുകയല്ല ഉടമ്പടി. അവൻ പറഞ്ഞ ഏറ്റവും വലിയ വിഷയം എന്താണ്? നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയും. അപ്പോൾ പൊതുച്ചോറും കൊടുത്തിട്ട് ഓടിക്കളയരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തുകൊണ്ടത് കൊടുക്കുമെന്ന് പറയണം. മനസ്സിലായില്ലേ? പത്രം കൊടുത്തിട്ട് പോയി കളയരുത്. അതല്ല വിഷയം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? ക്രിസ്തു നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. അത് വിഷയമാണ്. അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ ഓർത്തഡോക്സിൽ നിന്നൊരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. ഭയങ്കര ഇടിവെട്ട് സാക്ഷ്യമായിരുന്നു. പക്ഷേ എനിക്ക് അവസാനം പറഞ്ഞതാണ് എൻ്റെ ചങ്കക്കൊണ്ടത്. അവർ പറഞ്ഞു, കൃപാസനം ഇല്ലായിരുന്നെങ്കിൽ കുറേ പേര് പട്ടിണി കിടന്ന് മരിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ടല്ലോ,
അല്ലെങ്കിൽ തിരുവിക്കണ ചേട്ടന്മാർ, അവരെക്കുറിച്ചായിരിക്കും ഈ പറയണതെന്ന്. ഈ കൃപാസനം, ഈ സ്ഥാപനം ഇല്ലെങ്കിൽ അവരല്ല ഉദ്ദേശിച്ചത്. അവരുദ്ദേശിച്ചത് കേരളത്തിൽ 10,200 അനാഥാലയങ്ങളുണ്ട്. അവിടെയെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർ ക്യൂ ആണ്. അവിടെ വസ്ത്രം കഴുകി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആശുപത്രി ക്ലീൻ ചെയ്യാനും നഖം വെട്ടി കൊടുക്കാനും കുളിപ്പിച്ച് കൊടുക്കാനും ആൾക്കാർ ക്യൂ ആണ്. അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും അവിടെ ഇല്ലായ്മയും വല്ലായ്മയും തിരക്കുകയും മരുന്ന് മേടിക്കാൻ കാശുണ്ടാകാൻ ചോദിക്കുകയും ആ ചീട്ട് വാങ്ങിച്ചിട്ട് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഭയങ്കരമായൊരു സുവിശേഷ വേല ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന് സാക്ഷ്യം പറയുന്നവർ അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവർ അച്ഛൻ ചോദിക്കും, സിസ്റ്റർ ചോദിക്കും. അപ്പോൾ അവരിതെല്ലാം തുറന്ന് പറയും എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്ന്. അപ്പോൾ ലോകം മുഴുവനും മനുഷ്യരെ സ്നേഹിക്കുകയാണ്. പക്ഷേ വൺ പോയിൻ്റ്, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത് എന്തിനാണെന്ന് അവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പറയണം. എന്താ കാര്യം? നമ്മൾ തമ്മിൽ കണ്ടു പരിചയമില്ല, പക്ഷേ നമ്മൾ രണ്ടുപേരെയും കണ്ടു പരിചയമുള്ള ഒരാളുണ്ട്. അയാളുടെ പേരാണ് ക്രിസ്തു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം മറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കല്ലേ, എന്നിലൂടെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങളെല്ലാം മറക്കണം. എന്ത് മറക്കണം? നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ടെൻഷൻസ് മറക്കണം. നിങ്ങൾക്ക് PR താമസിക്കുന്ന മറക്കണം. നിങ്ങളുടെ പെൻഷൻ കിട്ടാൻ താമസിക്കുന്നത് മറക്കണം. നിങ്ങളുടെ ഏജൻറ്റ് നിങ്ങളെ വഞ്ചിച്ചത് മറക്കണം. നിങ്ങൾ ഓർക്കേണ്ട ഒരാളുണ്ട്, തനിക്ക് വേണ്ടി ജീവൻ വരെ, നമുക്ക് വേണ്ടി ജീവൻ വരെ തരാൻ കഴിവുള്ളവനും ആ തന്ന് സ്നേഹിച്ച ദൈവത്തെ നിങ്ങൾ ഓർക്കണം. എന്തിനാണ് ഓർക്കുന്നത്? അവനെ ഓർക്കുമ്പോഴേ അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരും. ഓർമ്മയാണ് സ്നേഹത്തിൽ വളർത്തുന്നത്.